വിളിച്ചു പറ, ലോകത്തെ എല്ലാരും വിളിച്ചു പറ. നിങ്ങൾ ആ ഫോൺ ഞാൻ മായനൊന്ന് വിളിക്കട്ടെ. ഞാൻ ഒരാൾക്കൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതെ, നിങ്ങൾ ആരെ വിളിക്കാൻ പോണേ? മായനെ വിളിക്കട്ടെ, എല്ലായിടത്തും അറിയിക്കട്ടെ. അങ്ങനെ ചെയ്യരുത്, ഇത് രഹസ്യമായിട്ട് വെക്കണം. എന്തിന്? ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു 10 കോടി രൂപ ലോട്ടറി അടിച്ച് എന്ത് ചെയ്യും? ആദ്യമേ ചാടിക്കാരെ ലോകത്തിന് അറിയിക്കില്ല, മാക്സിമം അത് രഹസ്യമായിട്ട് വെക്കും. എന്തിനാണ്? അത് പിന്നെ വല്ല കള്ളന്മാരും ഒക്കെ വന്നാലോ? ആണ് ലോട്ടറി അടിച്ചോണ്ട് പോകാൻ ആള് വരുമെന്നാണ്, അല്ലെങ്കിൽ അവന്റെ ജീവൻ എന്തെങ്കിലും അപകടം ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാൻ ആരെങ്കിലും വരുവാണോ? അതേ അവസ്ഥയാണ് നമ്മുടെ അളിയനും. നമ്മുടെ ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ലോട്ടറി അല്ലേ സാധിക്കുന്നത്. എന്റെ കോടീശ്വരാ, ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ആരെങ്കിലും അളിയൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫയലുകളെല്ലാം അടിച്ചോണ്ട് പോയാൽ എന്ത് ചെയ്യും? അളിയൻ പറഞ്ഞ പോയിന്റ്. അങ്ങനെയാണെങ്കിലേ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ വരുന്നത് അങ്ങ് ഗൾഫിൽ നിന്നായിരിക്കും. ഗൾഫിൽ നിനക്കാരളിയാ ശത്രു? അല്ലെന്നേ, ഈ പെട്രോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന എവിടുന്നാ? ഗൾഫിൽ നിന്നല്ലേ? അപ്പൊ എന്റെ ചേട്ടൻ 10 രൂപയ്ക്ക് പെട്രോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം എന്താവും? അവര് പിച്ച എടുക്കേണ്ടി വരും. അപ്പൊ അറബി ശത്രുക്കൾ എനിക്ക് ഉണ്ടാവും. ഒരു പണിയണം. ചേട്ടൻ ഇനി പണിക്കൊന്നും പോവണ്ട. ചേട്ടൻ സതീശൻ ചേട്ടനെ നോക്കിയിട്ട് ഈ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ഇനി എന്തിനാ പണിക്ക് പോണത്? കൊച്ചേ, ഇത് ഒരു ഇന്റർനാഷണൽ പ്രശ്നമാണ്. ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടല്ലെന്ന് എന്റെ കൈ നിൽക്കത്തില്ല. ഇതിന് നല്ല ആയുധമുറ, നല്ല അഭ്യാസിയായിട്ടുള്ള ഒരു ബ്ലാക്ക് കാറ്റോ ഒരു ബോഡി ഗാർഡോ അളിയന് വേണം. അതിനിപ്പോ നാളെ അവര് വരത്തില്ലേ? ആ സമയത്തിനുള്ളിൽ ആരെ കണ്ടുപിടിക്കും? അതല്ലേ ഞാനിപ്പോൾ മെസ്സേജ് മുഖാന്തരം വിട്ടത്. എന്റെ കൂട്ടുകാരന്, അതായത് ഇങ്ങനെ സപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്, ഒരു കിടുക്കാഴ്ചയായിട്ടുള്ള ഒരു ബോഡി ഗാർഡിനെ ഇവിടെ അയച്ചു തരും വിത്തിൻ സെക്കൻഡ്സ്. കണ്ടപ്പോ ചേട്ടൻ മാനത്ത് കണ്ട് അവൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇവിടെ വരും. ജാക്കി ചാനേക്കാളും മിടുക്കനായ ഒരു ബോഡി ഗാർഡ്.